ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആ ഇ കെ ഉസ്താദ് എ പിയുടെ മദ്ഹ് പറഞ്ഞോ എന്നാണ് കേൾപ്പിച്ചു. ഇ കെ അബൂബക്കർ മുസ്ലിയാർ എ പിനെ പറ്റി, ആ വിഭാഗത്തിന്റെ ആളുകളെ പറ്റി, അവരെ സംസ്ഥാന സമ്മേളനത്തിന് പോയ ആളുകൾ മുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കേൾപ്പിച്ചു. നമ്മളിവിടെ പലതും പറഞ്ഞു. ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം എന്ന് ഇവിടെ നമ്മൾ ഇട്ട് കേൾപ്പിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ മൂപ്പര് പിറ്റേന്ന് വന്നിട്ട് പറയണേ ഇ കെ ഉസ്താദ് മുജാഹിദീങ്ങളെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. ആരെ പറഞ്ഞു? ഇ കെ മുജാഹിദാണ്. ഇ കെ മുജാഹിദിനെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങളെ ചീത്ത അറിഞ്ഞത് പോവോ? അതിന് മറുപടി പറ. കാന്തപുരത്തിനെ നമ്മൾ പറഞ്ഞ് എന്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും കാന്തപുരത്ത് അതാക്കി ഇതാക്കി എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്. അതിനങ്ങട്ട് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ തന്നെ കേൾപ്പിച്ചപ്പോ ഒരു അതിനെപ്പറ്റി ഒന്നും പറയല്ല. പറയുള്ളത് എന്താ? ഇ കെ മുജാഹിദീങ്ങളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയണം. ഞാൻ പറഞ്ഞോ ഇ കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുജാഹിദീന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങളെ വിമർശിക്കൂല. ആർക്കാ അറിയാത്തത്? നിങ്ങളെ കാന്തപുരത്തിനെ വിമർശിച്ചതിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നാ ചോദിച്ചത്. അതാ നിങ്ങൾ പറയേണ്ടത്. അതിനാ നിങ്ങൾ മറുപടി പറയേണ്ടത്. കാന്തപുരത്തെ മാത്രമാണോ? ഞാൻ വന്നിട്ട് നിങ്ങൾ തമ്മിൽ തെറ്റിക്കാണോ? നിങ്ങൾ എഴുതിയതിനൊന്നും പ്രശ്നമല്ലേ. കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് നിങ്ങളുടെ മാസികയിൽ എന്താ എഴുതിയത്? സുന്നത്ത് മാസികയിൽ നിന്നാ ഞാൻ വായിക്കുന്നത്. എന്താ നിങ്ങൾ എഴുതിയതെന്നറിയോ? പണ്ട് കൂറ്റനാടും ഇപ്പോൾ പെണ്ണാടുമായി ഒരു പണ്ഡിത കോലം. ആരെപ്പറ്റി? സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് നിങ്ങൾ എഴുതിയ ഭാഷയാണത്. പണ്ട് കൂറ്റനാടും ഇപ്പൊ പെണ്ണാടും. കാറൂൻ എന്ന് വിളിച്ചില്ലേ? കാറൂൻ എന്നാണ് വിളിച്ചത്. നിങ്ങൾ നോക്കൂ, വേറൊരു സ്ഥലത്ത് റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത ഇത്തരം ഗുണ്ടായിസ ആദർശം എവിടുന്ന് കിട്ടി മിസ്റ്റർ കാറൂൻ മുസ്ലിയാർ? താങ്കൾക്ക് ആര് പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്താണിത്? നോക്കൂ നിങ്ങൾ, ഇത് അപ്പുറത്തുള്ളവർ ഇപ്പുറത്തേക്ക് വിളിച്ചതാ. അപ്പുറത്തുള്ളവർ ഇപ്പുറത്തേക്ക് വിളിച്ച, ഇപ്പുറത്തുള്ളവർ അപ്പുറത്തേക്ക് വിളിച്ചതും കേൾപ്പിച്ചു. ഇനി നിങ്ങൾ കേട്ടോളൂ. ഒരു കാര്യം ഉറപ്പാണ്, മഹാനായ ശംസുല്ലുലമയെ കഫറ കൊണ്ട് വിശേഷിപ്പിച്ച കിറുക്ക് വർഗം ഇപ്പോൾ കാന്തപുരത്തെ പ്രവാചക തുല്യനാക്കിയിരിക്കുന്നു. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അവഹേളിക്കുന്നു അവർ പറയാറുള്ളത്. നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചില്ലേ, ഹസൻ സഖാഫിയുടെ ആ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ, കാന്തപുരത്തെ തുല്യപ്പെടുത്താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാ ഉപമിച്ചത്. നോക്കണം നിങ്ങൾ. ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല ഇവരുടെ ജഹാലത്തുകൾ. മഹാന്മാരായ ഉസ്താദുമാരുടെ കണ്ണിൽ കണ്ണീര് ഒലിപ്പിച്ചവർ ഇനിയും പല അബദ്ധങ്ങളിലും ചാടാൻ പോവുകയാണ്. സിറാജ് ഖുർആനിന് തുല്യമാണെന്നും സെൻസിങ്ങും വോയിസും സഹീഹൈനിയും കീലത്തും പാറന്നൂരും പേരോടും വടശ്ശേരിയും അടങ്ങുന്ന ഭരണിപ്പാട്ട് സംഘം ഖുലഫാഉർ റാഷിദുകളാണെന്നുമുള്ള പുതിയ വെളിപാടുകൾ അത്തോളിയെപ്പോലുള്ളവർ ഇളകിപ്പറയില്ലെന്ന് ആര് കണ്ടു? നോക്കണം. വായിപ്പിക്കട്ടെകള്, നിങ്ങൾ ഓരോന്ന് വായിപ്പിക്കുക. ഞാൻ ഇവിടെ വന്നിട്ട് തമ്മി തല്ലിച്ചു. എനിക്ക് നാദാപുരത്തെ ജനങ്ങളൊന്ന് തമ്മി തല്ലിക്കേണ്ട കാര്യട്ടോ. നിങ്ങൾ ഞാനാണ് ഇവിടെ ചെറു വിളിക്കുന്നത്, ഞാനാണ് ഇവിടെ ഓരോന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ച് ഓരോന്ന് വിശദമായി പറഞ്ഞു എന്നതല്ലാതെ ഇയാളെ പറ്റി എന്താണ് ഈ വേറൊരു പത്രത്തിൽ എഴുതുന്നത്? എന്താ അതിൽ വിശദീകരിക്കുന്നത്? കേട്ടോളൂ. കരാർ ന്യായീകരിച്ച് പ്രസംഗിക്കാൻ ആളെ കിട്ടാനില്ലെന്നതാണ് ഏറ്റവും വലിയ തമാശ. കോഴിക്കോട്ടെ വിഘടിത കൂടാരത്തിലെ മുടിചൂടാ മന്നനായ വേരോടിയ മിമിക്രി വിദഗ്ധന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം പ്രസംഗകർ കുവൈത്ത് വിശദീകരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. വേരോടിയ മിമിക്രി നേതാവ്, ഭരണിപ്പാട്ട്, എന്തൊക്കെയാ പറഞ്ഞത്? ഞാനാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു തമ്മി തെറ്റിച്ചു. എന്നിട്ട് എന്നെ കുറേ ചീത്തകൾ മൂപ്പര് പറഞ്ഞിരുന്നു. കുറേ ചീത്തകൾ എന്നെ പറ്റി മൂപ്പര് പറഞ്ഞു. ആ ചീത്തകൾ പറഞ്ഞൊക്കെ മൂപ്പര് പറഞ്ഞിട്ട് ഞാനിവിടെ എന്താ സാലിഹായ വർത്താനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ മൗലവിനെ എന്ത് ചീത്ത പറഞ്ഞു? ഞാനൊരു ചീത്തയും പറഞ്ഞില്ല. ഞാൻ മൗലവിനെ പറഞ്ഞതൊക്കെ ഖുർആനിലുള്ളതാണ്. ഖുർആനിലുള്ളതേ ഞാൻ മൗലവിനെ പറഞ്ഞിട്ടുള്ളൂ. കേട്ടോളൂ നിങ്ങളാ പറയുന്നത്. എന്താ തൊലിക്കട്ടി ആലോചിച്ചു നോക്കും. അതുകൊണ്ട് തെറിയും മറ്റൊന്നും നമ്മൾ പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ് ചില വസ്തുക്കളുണ്ട് ഇവർക്ക്. അതിൽപ്പെട്ട ഒന്നാണ് കദ്ദാബ്, അതിൽപ്പെട്ട ഒന്നാണ് ദജ്ജാല്, അതിൽപ്പെട്ട ഒന്നാണ് ഹുസുബ്. ഹുസുബിനെ കൊന്തോന്നതിന്റെ അർത്ഥം മറക്കാശം. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല. കണ്ടോ? തെറിയൊന്നും പറഞ്ഞില്ല. ഇവര് പറഞ്ഞ സാലിഹായ ആയത്ത് ഓതിയതാ എനിക്ക്. എന്താ കെസാബ്, കള്ളൻ, അതേപോലെ ദജ്ജാല്, ഇതൊക്കെ പറഞ്ഞ് ധാരാളം നിങ്ങൾ കേട്ടതല്ലേ. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോ എത്ര മറക്കണോ? കോണം കെട്ടിയാ മതി. പെണ്ണും മുട്ടുമക്കളുടെ ഇടയിൽ മറച്ചാൽ നല്ലതാ. തൊട്ടാ മുറിഞ്ഞോല. ഇങ്ങനെ മറക്കാണ്ട് പോകുമ്പോ തൊട്ടൂല, കലർന്നല്ലേ.
ഇനിയിപ്പോ ഇങ്ങനെ തൊടുമ്പം പുരുഷന്മാർക്ക് വികാരം ഉണ്ടാവൂലേ? അങ്ങ് കുറച്ചൊന്നും വീതം പോയാൽ കുളിക്കേണ്ടതുമില്ല. വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ പുരുഷന് നിണ്ട് എന്നോട് വിട്ടുവരാ. അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. അപ്പൊ അല്പം ബീജം പുറത്തു വന്നാൽ എന്താകണ്ട, കുളിക്കേണ്ടയില്ല. അത് പിന്നെ ഒരു 5-10 ലിറ്റർ ഉണ്ടെങ്കിൽ അത് കാര്യം വിഷമാണ്. അപ്പൊ അത്ര ഒരു 10 ലിറ്റർ ഒന്നും ഇല്ലെങ്കിൽ എന്ത് വേണ്ട, അല്പം ബീജം പുറത്തു വന്നാല് കുളിക്കേണ്ടതില്ല. ബലാത്സംഗ ശ്രമം മഞ്ചേരി ഈ ഒതായിലാണ് ആദ്യമായി പള്ളിയിൽ വെച്ച് ബലാത്സംഗം നടന്നത്. ആദ്യമായി ആമിനക്കുട്ടിയും ഫാത്തിമക്കുട്ടിയല്ലേ വേണം. അപ്പള്ളിയിലാണ് ആദ്യമായി പള്ളിയിൽ ബലാത്സംഗം നടന്നത്. അത് ഖുർആനിലുള്ളതാണ്. ഇങ്ങനത്തെ ചില ഭാഗം ഖുർആനും ഹദീസിലുള്ളത് ചിലത് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതും എപ്പോ ഒരു നിവൃത്തിയില്ലാണ്ടായപ്പോ. നാറിയ പത്രം, നിങ്ങളെ നാറുന്ന ഇസ്ലാഹി പത്രം. ബാപ്പനെ നിങ്ങൾ ഇവിടുന്ന്, ഞാൻ എന്റെ ബാപ്പനെ ബാപ്പയും പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ബാപ്പാനും പറ്റില്ല. ബാപ്പാനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഇടയ്ക്ക് മൂപ്പരോട് ചിലതെല്ലാം പറഞ്ഞുണ്ട്. അങ്ങനെ നീ പെട്ടെന്നാവൂലല്ലോ, കുറച്ചിന് കുടിച്ചോണ്ടിരിക്കുമ്പോ സുഖം. ഇവരെ ഒന്ന് മുറിയാണെങ്കിൽ എന്ത് വേണോ? ഒന്നുകിൽ ഒരു പീരങ്കി പൊട്ടണം. പൊളിച്ച തെറി. തന്റെ ലിംഗോന്നല്ലേ പറഞ്ഞത്. അപ്പൊ വേറെ ആളെ വിട്ടാലോ മുറിയൂല. കാരണം ഇത് രജിസ്റ്റർ ഓഫീസ് പോയി നോക്കിയിട്ട് ആരതാ കൈവശം നോക്കിയിട്ടാണ് പരിപാടി. ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് ആണും പെണ്ണും ഒറ്റപ്പാത്രത്തിന് കൈയിട്ട് ഒതുവെടുത്തിട്ടുണ്ട്. നല്ല രസം ഉണ്ടാവും കലക്കി മുക്കാനേ. ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്, ആ വസ്തു മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല. വെള്ളാറമ്പാറ ഖദീജക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ഒന്ന് ഖദീജക്കുട്ടി, പിന്നെ ഒന്ന് ടി.കെ. ആമിന. 2 ആളാ. എങ്ങനെ ഖദീജക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? അയാൾ ഇടക്കിടക്ക് വരുമ്പോഴും ആരടുത്ത്? ഖദീജക്കുട്ടിന്റെ അടുത്ത്. എന്നിട്ടോ ഖദീജക്കുട്ടിയോട് കുശലാന്വേഷണം. ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്, ആ വസ്തു മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല. ആ മുത്തുമാണികൾ എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. എന്നാലും ഇടയ്ക്ക് മൂപ്പരോട് ചിലതെല്ലാം പറഞ്ഞുണ്ട്. അത് പിന്നെ അങ്ങനെ നീ പെട്ടെന്നാവൂലല്ലോ, കുറച്ചിന് കുടിച്ചോണ്ടിരിക്കുമ്പോ സുഖം. കയ്യും കെട്ടിയിട്ട് മുജാഹിദിന്റെ പരിപാടി വിജയിപ്പിക്കാൻ പോകുന്ന അരമുസ്ലിയാമാരോട് ഞാൻ ചോദിക്കട്ടെ, പൊളിച്ച തെറി. ഇതുപോലത്തെ കാക്കാമാരാകരുത് ഈ അരമൗലൈമാര്. പഠിച്ചിട്ട് വേണം തീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. പിന്നെ സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞ ശരിയല്ല. പറയുന്ന മുജാഹിദാന്നേ തർക്കേടില്ല. അതെന്റെ സങ്കടം. മുജാഹിദാ പറഞ്ഞെങ്കിൽ തർക്കേടില്ല. വിവരമില്ലാതെ മതം നിൽക്കണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലൈമാരാണ്. പൊളിച്ച തെറി. ഇനി ഏതൊക്കെ അരമൗലിയാർ അതിന്റെ അർത്ഥം അങ്ങനല്ല ഒന്നും പറയണ്ട, തഫ്സീറൊന്നും കാണാതെ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് തലശ്ശേരി എന്നൊരു അരമൗലിയാർ കണ്ടു ഞാൻ. അക്ബറയിൽ വരുന്ന നേർച്ച പൈസ എല്ലാം ഗീസയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറയാ അസം മൊയിലാർ ശരിയില്ല. ഈ കേസ് മൊയിലാർ കണ്ടാ പറയുന്നത്. ഞാൻ അവിടെ ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ജോസ്ഗിരി ഹോസ്പിറ്റലിൽ. ഞാൻ ചോദിച്ചാ എന്താ? അയാൾ കോമോലിലായ കാണിക്കുന്ന ആയത്ത് കുനൂത്ത് തോന്നുന്നതിന് തെളിവായിട്ട് ഉദ്ധരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ കിതാബ് ഓതിയില്ലോ? അതെന്താ ജലാലിനി ഞാൻ ഓതിയിട്ടില്ലേ? ജലാലിനി ഞാൻ ഓതിയിട്ടില്ലേതാ? അപ്പൊ ഇതേ കിതാബ് തഫ്സീറുള്ളൂ. അപ്പൊ അസമൊയിലാരെ കണ്ടതുപോലെ കാണാത്ത മൗലവി അസമൊയിലാരെ വിമർശിക്കുക. അരമൊയിലാരാ അക്ബറയുടെ പൈസ എടുത്തിട്ടാ പറയുന്നത്. അങ്ങനെയുണ്ട് ചിലര്. എല്ലാ ആലിമീങ്ങളും പൊളിച്ച തെറി. അതൊക്കെ പറഞ്ഞു, ഒക്കെ പറഞ്ഞിട്ട് പറയണ് ഞാൻ ഖുർആനിലുള്ളതല്ല പറഞ്ഞു. ദജ്ജാല്, കദ്ദാബ്, ഓരോ ഹുശുബ്, കുന്തം എന്ന് പറഞ്ഞ ഹുശുബ് പറഞ്ഞില്ലേ, കുന്തത്തിനൊരു താടിയും. എന്താ